അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കണ്ടവരാണ്. അനവധി കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഇവിടെ ഇതാ ദൈവഭക്തൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അനവധി കഷ്ടങ്ങളിലൂടെ അനർത്ഥങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ നല്ല ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിക്കും. എൻ്റെ ദൈവം എന്നെ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റും. ദാവീദ് ദൈവത്തിന് പാട്ടുപാടുകയാണ്. എന്താണ് ദാവീദിന് ഇത്ര ധൈര്യം, ഇത്ര ഉറപ്പ്, ഇത്ര നിശ്ചയം? ദൈവം വീണ്ടും ജീവിപ്പിക്കുമെന്ന്. ഭൂമിയുടെ ആഴങ്ങളിൽ കിടന്നാലും അധോഭാഗങ്ങളിൽ കിടന്നാലും ഞാൻ പുറത്തു വരുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ദാവീദ് പാടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വായിക്കണം 71 സങ്കീർത്തനം. ആ പാട്ടിലുടനീളം ഭക്തൻ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാൻ നിന്റെ നീതിയെക്കുറിച്ച് ഇടവിടാതെ സംസാരിക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഞാൻ കീർത്തിക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഇടവിടാതെ ഞാൻ വർണ്ണിക്കും. അതെന്താണ് നിന്റെ നീതി? അതെ, ഭക്തന് പറയാനുള്ളത് തൻ്റെ നീതിയല്ല, സ്വന്തം നീതിയല്ല. ദൈവമേ, നിന്റെ നീതിയെക്കുറിച്ച് ഞാൻ സംസാരിക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഞാൻ വർണ്ണിക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഞാൻ കീർത്തിക്കും. എനിക്ക് പറയാനും പുകഴാനും പാടാനുമുള്ളത് നിന്റെ നീതിയെക്കുറിച്ചാണ്. അവിടുന്ന് നീതിമാനാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന നന്മകൾ അങ്ങയുടെ നീതിയാൽ വെളിപ്പെട്ടു വന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ പദം വളരെ ആഴമുള്ളതാണ്, അർത്ഥമുള്ളതാണ്. നാം വളരെ ആഴത്തിൽ ഗ്രഹിക്കേണ്ടതാണ്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. ദാവീദിന് മനസ്സിലായി, എൻ്റെ നീതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ നീതി കാണുന്നുണ്ട്. ഞാൻ നീതിമാനാകുവാൻ, എന്നെ നീതീകരിക്കുവാൻ കൽവറിയിൽ എനിക്ക് പകരമായി തകർക്കപ്പെട്ടപ്പോൾ, എൻ്റെ പാപം ചുമത്തപ്പെട്ടപ്പോൾ, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയപ്പോൾ വെളിപ്പെട്ടു വന്ന ദൈവനീതി, ആ നീതിയിൽ എനിക്കൊരു വിടുതലുണ്ട്. ആ ദൈവനീതിയിൽ എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വെളിപ്പാടാണ്. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുന്നുവോ? ദൈവത്തിൻ്റെ നീതിയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾ കൂട്ടിമുട്ടാൻ പോകുന്നത് കാൽവറി ദർശനത്തിലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വന്നത്. തേജസ് നഷ്ടപ്പെട്ടവനെ തിരിച്ച് തേജസ്സിലേക്ക് മടക്കി വരുത്തുന്ന ദൈവനീതി, ശൂന്യപ്രദേശങ്ങളെ, മരുഭൂമിയെ ഏദൻ തോട്ടമാക്കുന്ന ദൈവത്തിൻ്റെ നീതി. അതെ, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചത് കാൽവറിയിലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത്. ഇനി നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല, ശിക്ഷ വിധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എല്ലാം അവിടെ കഴിഞ്ഞു.
ഇനി ആരെയും കുറ്റപ്പെടുത്തുകയില്ല. യേശു ക്രിസ്തുവിനെ അവർ കുറ്റപ്പെടുത്തി ശിക്ഷ വിധിച്ചു. ഇന്ന് പകൽ ആ നീതിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ നീതിക്കകത്ത് നിങ്ങളുടെ സൗഖ്യമുണ്ട്, ആ നീതിക്കകത്ത് സമാധാനമുണ്ട്, ആ നീതിക്കകത്ത് പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിടുതലുണ്ട്. ദാവീദ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞാൻ കണ്ടു, എന്നാൽ എൻ്റെ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിക്കും. ഞാൻ ക്ലെയിം ചെയ്യുന്നത് അവൻ്റെ നീതിയാണ്, നിന്റെ നീതിയാണ്. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.